ശാസ്ത്രീയവും സുതാര്യവുമാക്കി ഭൂരേഖ പ്രക്രിയയെ മാറ്റുന്നതിനായുള്ള ഡിജിറ്റൽ സർവേ നടപടികൾ കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ ഭൂ ഉടമകളുടെയും ഓരോ കൈവശ ഭൂമിയും നേരിട്ട് അളന്നും അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിർത്തികൾ കൃത്യമായും ശാസ്ത്രീയമായും നിർണയിച്ചും മാപ്പുകൾ തയ്യാറാക്കുന്ന രീതിയാണ് ഡിജിറ്റൽ സർവേ. സർവേ ഭൂരേഖ വകുപ്പാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത്. കേരളത്തിലെ എല്ലാ ഭൂപ്രദേശങ്ങളും ഡിജിറ്റൽ സർവേ നടത്തി കൃത്യവും കാലികവുമായ ഭൂരേഖകൾ ഒരുക്കുന്നതിനാണ് സർവേയും ഭൂരേഖയും വകുപ്പ് ചേർന്ന് ഡിജിറ്റൽ സർവേ നടത്തുന്നത്. ഭൂസേവനങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായി റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ വകുപ്പുകൾ സംയുക്തമായി എന്റെ ഭൂമി സംയോജിത സർക്കാർ പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സർവേ സജീവമായ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടക്കുകയും രേഖകൾ പഴയ പേപ്പർ നടപടികൾക്കപ്പുറം സാങ്കേതികമായി രേഖപ്പെടുത്തി വയ്ക്കുന്നതും നടന്നുവരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിപുലമായ പ്രചാരണങ്ങളിലൂടെ പൊതുജനങ്ങളെ മുൻകൂട്ടി ബോധവൽക്കരിച്ച ശേഷമാണ് ഓരോ പ്രദേശത്തിന്റെയും സർവേ നടത്തിപ്പോരുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി സംസ്ഥാനത്തിന്റെ എല്ലാ വില്ലേജുകളുടെയും ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ബൃഹത് പദ്ധതിയാണ് എന്റെ ഭൂമി. കൃഷിഭൂമി അടക്കം ഒരാളുടെ കൈവശമുള്ള എല്ലാ ഭൂമിയുടെയും ഉടമസ്ഥതയും കൈമാറ്റവും സംബന്ധിച്ച രേഖകളും ഡിജിറ്റൽ ആവുകയാണ്. പരമ്പരാഗത സർവേ ഉപകരണങ്ങളായ ചെയിൻ, ക്രോസ് സ്റ്റാഫ് എന്നിവ ഉപയോഗിച്ച് നടത്തിയ റീസർവേ പ്രകാരം തയ്യാറാക്കിയ റെക്കോർഡുകളാണ് ഇതുവരെ ഭൂരേഖ പരിപാലനത്തിന് ഉപയോഗിച്ചു വന്നിരുന്നത്. ഇവ കടലാസ് രേഖകളായതിനാൽ കാലാനുസൃത പരിഷ്കാരങ്ങൾ വളരെ സങ്കീർണമാണ്. ഭൂമിയുടെ രൂപം, സ്വഭാവം, ഉടമസ്ഥത തുടങ്ങിയവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ വലിയ പ്രയാസമുണ്ടായിരുന്നു. വിവിധ ഓഫീസുകളിൽ ഭൂരേഖകൾ വ്യത്യസ്ത രീതിയിൽ സൂക്ഷിക്കുന്നതിനാൽ ഏകോപിത ഉപയോഗം പ്രായോഗികമല്ലായിരുന്നു. ഈ വെല്ലുവിളികൾ മറികടക്കുന്നതിനും ഭൂരേഖ പ്രക്രിയ കൂടുതൽ ശാസ്ത്രീയവും സുതാര്യവുമാക്കുന്നതിനും വേണ്ടിയാണ് 858 കോടി രൂപ ചെലവ് വരുന്ന ഡിജിറ്റൽ സർവേ പദ്ധതി സർക്കാർ നടപ്പാക്കുന്നത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള സർവേ ആയതിനാൽ ഇതിലൂടെ തയ്യാറാക്കുന്ന രേഖകൾ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിക്കാനാകും. പേപ്പർ നശിക്കുമെന്ന ഭീതിയും പിന്നീട് പ്രധാന രേഖകൾ കൈമോശം വരുന്ന സ്ഥിതിയും ഇതോടെ ഇല്ലാതാക്കാനാകും. സർവേയിലെ രേഖകളും വിവരങ്ങളും സമഗ്രമായി എന്റെ ഭൂമി പോർട്ടലിൽ ഉണ്ടാകും. 2022 നവംബറിൽ തുടക്കമിട്ട ഈ ഡിജിറ്റൽ സർവേ പദ്ധതി 2023 ഓഗസ്റ്റ് മുതൽ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. സർവേ ആരംഭിച്ച 433 വില്ലേജുകളിൽ 226 ഇടങ്ങളിലും ഫീൽഡ് സർവേ പൂർത്തിയാവുകയും വിജ്ഞാപനവും പുറത്തുവരികയും ചെയ്തു. 207 വില്ലേജുകളുടെ സർവേ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ 41 ലക്ഷം വരുന്ന കൈവശ ഭൂമികളിലായി 5.55 ലക്ഷം ഹെക്ടർ ഭൂമിയാണ് ഇക്കഴിഞ്ഞ നവംബർ വരെ സർവേ പൂർത്തിയാക്കിയത്. എല്ലാ ഭൂ ഉടമകളുടെയും ഓരോ ലാൻഡ് പാഴ്സൽ അഥവാ വസ്തുവിലും സർവേ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി സർവേ നടത്തും. ഡിജിറ്റൽ സർവേയുടെ ആരംഭം, സർവേ നടത്തുന്ന ദിവസങ്ങൾ, സർവേ പൂർത്തിയായ വിവരം, പരിശോധനയ്ക്കായി ഭൂരേഖകൾ പ്രദർശിപ്പിക്കുന്ന സ്ഥലം എന്നിവ എല്ലാ ഭൂ ഉടമസ്ഥരെയും അറിയിക്കും. സർവേ സഭ, സർവേ ജാഗ്രതാ സമിതി, മൊബൈൽ സന്ദേശം, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ എന്നിവ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി ഭൂ ഉടമകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്താണെന്ന് നോക്കാം. ഒരു വില്ലേജിന്റെ സർവേ ആരംഭിക്കുന്ന വിവരം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെയാണ് സർവേ നടപടികൾക്ക് തുടക്കമാകുന്നത്. ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് രേഖകൾ ശേഖരിച്ച് എന്റെ ഭൂമി പോർട്ടലിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം വാർഡ് തല സർവേ സഭ വിളിച്ചു ചേർത്ത് നടപടിക്രമം വിശദീകരിക്കും. സർക്കാർ ഭൂമികൾ പുനർനിർണയിച്ച് നിലനിർത്തും. പിന്നീട് ഭൂ ഉടമസ്ഥരുടെ പേര്, ഭൂമിയുടെ വിശദാംശങ്ങൾ എന്നിവ സ്ഥിരീകരിച്ച ശേഷം ഫീൽഡ് സർവേ നടത്തുന്നതാണ് പ്രധാന ഘട്ടം. ഭൂമിയുടെ വിസ്തീർണം, അളവുകൾ തുടങ്ങിയവ ഫീൽഡിൽ വെച്ച് തന്നെ ഭൂ ഉടമസ്ഥനെ ബോധ്യപ്പെടുത്തുന്നു. ഭൂ ഉടമസ്ഥരുടെ ഫോൺ നമ്പർ ഭൂരേഖകളുമായി ബന്ധിപ്പിക്കുന്നു. സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് റെക്കോർഡുകൾ പൊതുജന പരിശോധനയ്ക്കായി പ്രദർശിപ്പിക്കുന്നു. ഇനി ഇതിൽ പരാതി ഉയരുകയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനവും സർവേ നടപടിയുടെ ഭാഗമാണ്. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രസ്തുത പ്രദേശത്തെ ഭൂരേഖകൾ എന്റെ ഭൂമി പോർട്ടലിൽ ലഭ്യമാകും. വാർഡ് തലത്തിൽ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ പ്രദർശിപ്പിക്കും. സർവേ പൂർത്തിയായ വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി അതിരടയാള നിയമപ്രകാരം സെക്ഷൻ 9 പ്രസിദ്ധീകരിച്ചതിനു ശേഷം 1 മാസം സർവേ റെക്കോർഡുകൾ ബന്ധപ്പെട്ട ക്യാമ്പ് ഓഫീസുകളിലും പ്രദർശിപ്പിക്കും. പൊതുജനങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തി റെക്കോർഡുകൾ പരിശോധിച്ച് തെറ്റില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സർവേ റെക്കോർഡുകളിൽ അപാകതയുണ്ടെങ്കിൽ പോർട്ടൽ മുഖേന തന്നെ അറിയിക്കാം. ഈ അവസരം പ്രയോജനപ്പെടുത്താതിരുന്നാൽ പിൽക്കാലത്ത് കണ്ടെത്തുന്ന അപാകതകൾ പരിഹരിക്കാൻ കൂടുതൽ സമയവും പരിശ്രമവും വേണ്ടിവരുമെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പരാതി പരിഹാര സമയത്തിന് പിന്നാലെ സെക്ഷൻ 13 പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ച് സർവേയുടെ നടപടിക്രമം പൂർത്തിയാക്കുകയും റെക്കോർഡുകൾ റവന്യൂ ഭരണത്തിൽ പ്രാബല്യത്തിലാക്കുകയും ചെയ്യുന്നു. ഇതാണ് ആകെ മൊത്തത്തിൽ സർവേ നടപടി ഘട്ടങ്ങൾ. സർവേ അതിരടയാള നിയമം സെക്ഷൻ 13 പ്രസിദ്ധീകരിച്ച്
റെക്കോർഡുകൾ റവന്യൂ ഭരണത്തിനായി പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പരാതികൾ ലാൻഡ് റെക്കോർഡ്സ് മെയിന്റനൻസ് സംവിധാനം മുഖേന നൽകാം. ഭൂ ഉടമകൾ സർവേ സഭയിലും മറ്റു യോഗങ്ങളിലും പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. സ്വന്തം ഫോൺ നമ്പർ ഉപയോഗിച്ച് എന്റെ ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. പോർട്ടൽ പരിശോധിച്ച് സ്വന്തം ഭൂമിയുടെ വിവരം റവന്യൂ രേഖകളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലാത്ത പക്ഷം ബന്ധപ്പെട്ട രേഖകൾ സഹിതം പോർട്ടലിലൂടെ തന്നെ അപേക്ഷ സമർപ്പിക്കുക. ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ നൽകുകയും സർവേ ചെയ്യുന്നതിന് സൗകര്യം ഒരുക്കുകയും ചെയ്യുക. അതിർത്തികളിൽ വ്യക്തമായ അടയാളങ്ങൾ ഇല്ലാത്ത പക്ഷം സർവേ തീയതിക്ക് മുൻപ് തന്നെ അവ സ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക. സർവേ സമയത്ത് നേരിട്ട് ഹാജരായി തങ്ങളുടെ ഭൂമിയുടെ എല്ലാ ബെൻഡ് പോയിന്റുകളും കൃത്യമായി സർവേ ടീമിന് കാണിച്ചു കൊടുക്കുക. ഓരോ ഭൂമിയും പ്രത്യേകം പാഴ്സലുകളായി സർവേ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. സർവേ സമയത്ത് ഭൂ ഉടമസ്ഥർ സ്ഥലത്തില്ലെങ്കിൽ പകരക്കാരനായി ഒരാളെ ചുമതലപ്പെടുത്താനും മതിയായ രേഖയ്ക്കായി കത്ത് നൽകാനും ശ്രദ്ധിക്കുക. സർവേ ഉദ്യോഗസ്ഥർ ഫീൽഡിൽ വെച്ച് കാണിച്ചു തരുന്ന വിവരങ്ങൾ, അതായത് വിസ്തീർണം, ഉടമസ്ഥന്റെ പേര് തുടങ്ങിയവ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ഭൂ ഉടമസ്ഥന്റെ ഫോൺ നമ്പർ ലാൻഡ് റെക്കോർഡുമായി ബന്ധിപ്പിക്കുന്നതിന് ഫോൺ നമ്പറിൽ ലഭിക്കുന്ന വെരിഫിക്കേഷൻ കോഡ് സർവേ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതാണ്. എന്റെ ഭൂമി പോർട്ടൽ മുഖേന സേവനം ലഭ്യമാക്കുന്നതിന് ഭൂ ഉടമസ്ഥന്റെ ഫോൺ നമ്പർ ലാൻഡ് റെക്കോർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം. സർവേ പൂർത്തിയാക്കിയ റെക്കോർഡുകൾ പ്രദർശിപ്പിച്ച് അവ പരിശോധിച്ച് തെറ്റില്ലെന്ന് ഉറപ്പുവരുത്തുക. ലാൻഡ് പാഴ്സൽ മാപ്പ് അഥവാ LPM എന്നത് ഭൂമിയുടെ അതിർത്തികളും ഉടമസ്ഥാവകാശവും കൃത്യമായി കാണിക്കുന്ന ഔദ്യോഗിക രേഖയാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ആവശ്യമായ പ്രധാന രേഖയായിരിക്കും ഇത്. ഭൂമി വിൽപ്പന, വായ്പ, പണയം എന്നിവ നടത്തുന്നതിന് LPM അനിവാര്യമാണ്. LPMൽ ആധാർ നമ്പർ കൂടി ചേർക്കുന്നത് ഈ രേഖയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ഇതുവഴി ഭൂമിയുടെ യഥാർത്ഥ ഉടമയെ കൃത്യമായി തിരിച്ചറിയാനാകും. വിവിധ ക്ഷേമ പദ്ധതികളിലെ ആനുകൂല്യങ്ങൾ, കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ, ബാങ്ക് ലോൺ തുടങ്ങിയവ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ഇത് ഉപകരിക്കും. ഭൂമി സംബന്ധിച്ച തർക്കങ്ങളും അഴിമതിയും കുറയ്ക്കുന്നതിനും ഇത് സഹായകമാണ്. ഡിജിറ്റൽ സർവേ നടക്കുന്ന പ്രദേശങ്ങളിൽ സ്വകാര്യ സർവേ ചെയ്ത ഭൂരേഖകൾ തയ്യാറാക്കണമെന്ന വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. ഇത്തരമൊരു നിർദ്ദേശം സർക്കാർ നൽകിയിട്ടില്ല. ഡിജിറ്റൽ സർവേ നടക്കുന്ന പ്രദേശങ്ങളിൽ ക്യാമ്പ് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് എല്ലാ പ്രവർത്തനങ്ങളും. ജനങ്ങൾക്ക് ഇവിടെ നേരിട്ട് സർവേ ഓഫീസർമാരുമായി സംസാരിക്കാം, സംശയങ്ങൾക്ക് ഉത്തരം തേടുകയുമാവാം. ഡിജിറ്റൽ സർവേ പൂർത്തിയായാൽ എന്റെ ഭൂമി സംയോജിത പോർട്ടൽ പൂർണ്ണ സജ്ജമാകും. ഡിജിറ്റൽ സർവേ നടന്ന വില്ലേജുകളിൽ റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ വകുപ്പുകളിലെ ഭൂമി സംബന്ധമായ സേവനങ്ങൾ സംയോജിപ്പിക്കുന്ന ഏകജാല സംവിധാനമാണിത്. ആധികാരികവും കൃത്യവുമായ ഭൂരേഖ സേവനങ്ങൾ, അതായത് മാപ്പുകളും എഴുതപ്പെട്ട വിവരങ്ങളും ഭൂ ഉടമകൾക്ക് ലഭ്യമാക്കുന്നതിനും ഭൂമി ഇടപാടുകളിൽ ഭൂമിയുടെ സ്കെച്ച് കൂടി ഉൾപ്പെടുത്തിയുള്ള പോക്കുവരവ് നടത്തുന്നതിനും ഉപകരിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന. ഭൂമി ക്രയ വിക്രയവുമായി ബന്ധപ്പെട്ട വിവരശേഖരണം മുതലുള്ള എല്ലാ നടപടിക്രമങ്ങളും മറ്റ് സേവനങ്ങളും ഡിജിറ്റൽ രൂപത്തിൽ ഇവിടെ ലഭ്യമാകുമെന്നതിനാൽ സാധാരണക്കാർക്ക് ഓഫീസുകൾക്കിടയിലെ ഓട്ടം അവസാനിപ്പിക്കാനുമാകും. ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്കായി രജിസ്ട്രേഷൻ, റവന്യൂ, സർവേ വകുപ്പുകളിൽ വ്യത്യസ്ത അപേക്ഷകൾ നൽകേണ്ടതുണ്ട്. നിലവിൽ ഒരു കൈമാറ്റത്തിന് ഒന്നിലധികം ഓഫീസുകളിൽ അപേക്ഷ നൽകേണ്ടി വരികയും ഓട്ടപ്പാച്ചിൽ വേണ്ടിവരികയും ചെയ്യാറുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് 3 വകുപ്പുകളുടെയും എല്ലാ ഭൂസേവനങ്ങളും കൂട്ടിച്ചേർത്ത് എന്റെ ഭൂമി സംയോജിത പോർട്ടൽ വികസിപ്പിച്ചിട്ടുള്ളത്.